അപ്പോൾ ഇന്നൊരു ഫാമിലി ഔട്ടിംഗ് വ്ളോഗാണ്. ഞാനും അമ്മയും അച്ഛനും കൂടി ഒരു ചെറിയ ട്രിപ്പ്. അപ്പോൾ വണ്ടിയിൽ കയറി കാറൊക്കെ സ്റ്റാർട്ടാക്കി നേരെ നമ്മൾ 3 പേരും കൂടി ഏഴാറ്റുമുഖം വരെയും പോകുക കേട്ടോ. അപ്പോൾ ദാ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ നമ്മൾ പെട്രോൾ അടിക്കാനായി കയറി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഞങ്ങൾ ശരിക്കും ഒന്ന് അതിരമ്പള്ളി പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണി ടൈമായി. അപ്പോൾ പിന്നെ അതിരമ്പള്ളി പോയാൽ പിന്നെ കയറാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ സ്ഥലം മാറ്റിപ്പിടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പോകുന്ന വഴിക്ക് വഴി തെറ്റി. എന്നാലും പോയ വഴി അടിപൊളിയായിരുന്നേ. നല്ല പാടമൊക്കെ ആയിട്ട് അടിപൊളി വഴിയായിരുന്നേ. അപ്പോൾ അതാ ഏഴാറ്റുമുഖം അങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇച്ചിരി അത്യാവശ്യത്തിന് രീതിക്ക് തിരക്കും ഉണ്ടായി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ അതേ അച്ഛൻ പോയിട്ട് വണ്ടി നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് നമുക്കൊരു നമ്പറൊക്കെ കിട്ടി. അത് നമ്മൾ റിട്ടേൺ വരുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കണേ. അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും 2 സൈഡും അടിപൊളി, ഒരു രക്ഷയും ഉണ്ടായില്ല. വൈകിട്ട് സമയമായതുകൊണ്ട് വെയിലടിച്ചിട്ട് നല്ല പച്ചപ്പായിരുന്നു കേട്ടോ. 2 സൈഡും ഈ ഫുള്ളി വലിയ പനയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു വെള്ളത്തിൻ്റെ സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. വീഡിയോയിലൂടെ ആ ഒരു കറക്റ്റ് ഭംഗി അറിയില്ല കേട്ടോ, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ആ ഒരു വെയിലും പച്ചപ്പും അതുപോലെ തന്നെ ആ വെള്ളവും ഒരു അടിപൊളി കോംബോ അല്ലേ. അപ്പോൾ ദേ അമ്മയും അച്ഛനും കൂടി കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. റോഡാണെങ്കിൽ അടിപൊളി, നല്ല സ്മൂത്തായി പോകാൻ പറ്റുന്ന ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ ദാ ഞങ്ങളങ്ങനെ ഏഴാറ്റുമുഖം എത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്നാണ്. 5:45 വരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5:45 ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. മഴയൊക്കെ പെയ്തിട്ട് നല്ല രീതിക്ക് വെള്ളമുണ്ടായിട്ടോ. ഞങ്ങൾ നേരത്തെയൊക്കെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വരണ്ട് കിടക്കുമായിരുന്നു, ഈ പാറയായിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് വെള്ളമൊക്കെ ആയിട്ട് ഒരു അടിപൊളി ആയിരുന്നേ. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് അവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ആ തൂക്കുപാലത്തിലൊക്കെ കയറി അവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ നോക്കി വീഡിയോയും ഫോട്ടോസൊക്കെ അവിടെ നിന്നും എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ തൂക്കുപാലത്തിൻ്റെ താഴത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ 3 പേരും കൂടി കുറച്ച് ടൈം ഇരുന്ന് കത്തിയൊക്കെ വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈമായേ. അപ്പോൾ ദാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതേ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാല കണ്ടത് പാർക്കിങ്ങിൻ്റെ അടുത്ത്. പിന്നെ അവിടെ ആ ഊഞ്ഞാലയിൽ ഇരുന്ന് കുറച്ച് നേരം ഞാൻ ഇരുന്ന് ആടിയിട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ കിട്ടിയില്ലായിരുന്നേ. പാർക്കിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് കുറേ കുരങ്ങന്മാർ ഒരു ഇന്നോവയുടെ മുകളിലിരുന്ന് ഭയങ്കര കളി. ആ കാറിൻ്റെ മുകളിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ പ്ലാവിൽ മലയണ്ണാനെ അമ്മ കാണിച്ചു തന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മലയണ്ണാനെ കാണുന്നത്. പിന്നെ അതിനെ കുറച്ച് നേരം നോക്കിയേക്ക് നിന്ന് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.